ശുഭദിനം 1-2 തീയതികൾ ഓണാട്ടുകരക്കാർക്ക് രണസ്മരണകൾ പുതുക്കുന്ന ദിനമാണ്. അന്നേ ദിവസം ഈ നാട്ടുകാർ ഓച്ചിറ ക്ഷേത്രത്തിൽ ഒത്തുചേരും. പടനിലത്തെ അങ്കത്തട്ടിൽ ഏറ്റുമുട്ടും. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയ ആചാരം. കായംകുളം വേണാട് രാജാക്കന്മാർ തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓച്ചിറക്കളി. പണ്ടുകാലത്ത് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയത് ഓച്ചിറ പടനിലത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലം മാറിയിട്ടും പഴയ പോരാട്ട വീര്യം ഓണാട്ടുകരക്കാരിൽ നിന്ന് ചോർന്നു പോയിട്ടില്ല. അതിന്റെ തെളിവാണ് ഓച്ചിറക്കളി. കൈലാസനാഥൻ കുടികൊള്ളുന്ന ഓച്ചിറ മണ്ണ്. ഈ ഓച്ചിറ മണ്ണെന്ന് പറയുമ്പോൾ കുന്നും മലയും മഞ്ഞും മഞ്ഞുകൂട്ടി പക്ഷികളും കാടും കാട്ടരുവികളും കാട്ടാനകളും കേരവൃക്ഷങ്ങളും ഇറങ്ങുന്ന നെൽപ്പാടവും ഇറങ്ങിയ സുന്ദര കേരളം. അതിന്റെ മണ്ണാണ് ഓച്ചിറ മണ്ണ്, ഓണാട്ടുകര മണ്ണ്. 2 കരകൾ ചോദിച്ച് യുദ്ധം പ്രാപിക്കുന്ന ഒരു കല ഈ ലോകത്ത് എങ്ങുമില്ല. ഞങ്ങളുടെ ഓച്ചിറ മണ്ണിലെ 1 മാസത്തോളം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് യോദ്ധാക്കൾ പടനിലത്ത് എത്തുന്നത്. പടത്തലവന് കൊടിക്കൂറ കൈമാറി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ യോദ്ധാക്കളെ സ്വീകരിച്ചു. ക്ഷേത്ര പ്രതിഷേധത്തിന് ശേഷം തുടർന്ന് യോദ്ധാക്കൾ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി അണിനിരന്നു. കരക്കളിക്ക് ശേഷം യോദ്ധാക്കൾ 8 ഗണത്തിലിറങ്ങി പരസ്പരം ഏറ്റുമുട്ടി. വിവിധ കളരിപ്പയറ്റ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ പ്രദർശന കളരിപ്പയറ്റും അരങ്ങേറി. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായരാണ് നമ്മുടെ കൂടെയുള്ളത്. കണ്ണൻ, ഏറെ പ്രസിദ്ധമാണ് ഓച്ചിറക്കളി, കാണാനും മനോഹരം. അത്രത്തോളം ആവേശം ആ നാടിനുണ്ടാകും, വലിയ ആഘോഷമായിരിക്കും. അതിനപ്പുറത്തേക്ക് വലിയ വിശ്വാസവും കൂടി ചേർന്നതാണ് ഓച്ചിറക്കളി എന്ന് പറയുന്നത്. വെറുതെ പരിശീലനം എന്നുള്ള പേരിൽ മാത്രം ഒതുക്കിക്കൊണ്ടല്ലോ, വലിയ വിശ്വാസമെല്ലാം കൂടിച്ചേർന്ന് കൃത്യനിഷ്ഠയോടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് യോദ്ധാക്കളൊക്കെ ഓച്ചിറക്കളിക്ക് വേണ്ടിയിട്ടെത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞു പോവാനാണെങ്കിൽ തന്നെ ഒരുപാടുണ്ട് ഓച്ചിറക്കളിയെ കുറിച്ചല്ലേ? പണ്ടുകാലത്തെ ഒരു നാട്ടുരാജ്യമായിരുന്നു കായംകുളം. കായംകുളം എന്ന് പറയുന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഓണാട്ടുകര. ആ ഓണാട്ടുകരയിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവങ്ങളിലൊന്നാണ് ഓച്ചിറക്കളി എന്ന് പറയുന്നത്. പണ്ടുകാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാരെ പോലും പല വർഷങ്ങളോളം യുദ്ധത്തിൽ പൊരുതുന്ന ഒരു നാടാണ് കായംകുളം എന്ന് പറയുന്നത്. ആ പോരാട്ട വീര്യം, ആ നാടിൻ്റെ പോരാട്ട വീര്യം എന്താണ് എന്ന് വീണ്ടും കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒത്തുകൂടൽ, അതിനെ ഓച്ചിറക്കളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. മിഥുനമാസത്തിലെ 1-2 തീയതികളിലാണ് ഇത്തരത്തിലുള്ള ഒരു കളി അവിടെ അരങ്ങേറുന്നത്. ഓച്ചിറ പരബ്രഹ്മ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഒരു പടനിലമുണ്ട്. ആ പടനിലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കളി, ഓച്ചിറക്കളി അരങ്ങേറുക. അതായത് പണ്ട് കാലത്ത് യോദ്ധാക്കന്മാർ എങ്ങനെയായിരുന്നു, ഭടന്മാരെങ്ങനെയായിരുന്നു പോയിരുന്നും യുദ്ധം ചെയ്തിരുന്നത്, അതിന് സമാനമായ രീതിയിൽ ഒരു ഏറ്റുമുട്ടുക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു ആഘോഷമാണ് നടക്കുന്നതും. അത് ആചാരപരമായും ഐതിഹ്യപരമായും ഒക്കെ തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ്. വ്രതം നോറ്റ് 1 മാസം അല്ലെങ്കിൽ 1.5 മാസം മുമ്പ് തന്നെ ഇതിനുവേണ്ടിയുള്ള ഒരു പരിശീലനം ആരംഭിക്കുന്നു. 52 കരകളാണ് ഓച്ചിറ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ 52 കരകളിൽ നിന്നുള്ള കളരികളിൽ നിന്നുള്ള കുട്ടികളും ആശാന്മാരും ഒക്കെ തന്നെ വന്ന്, യോദ്ധാക്കളൊക്കെ വന്ന് അവിടെ ഒരു മത്സരം നടക്കുക, അല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുക. അതൊരു വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടമൊന്നുമല്ല, സൗഹൃദപരമായിട്ടുള്ള ഒരു പോരാട്ടമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യം നടക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഈ 2 ദിവസങ്ങൾ മിഥുനമാസത്തിലെ 1-2 തീയതികളിലാണ് ഓച്ചിറയിലേക്ക് എത്തുന്നത്. പ്രധാനമായും ഒരു പടത്തലവനുണ്ടാകും. അദ്ദേഹത്തെ ഈ ഭരണസമിതി ഭാരവാഹികളൊക്കെ ചേർന്ന് സ്വീകരിക്കും. കൊടിക്കൂർ അദ്ദേഹത്തിന് കൈമാറും. പിന്നീട് ആ ക്ഷേത്രത്തിന് വലം വെച്ച് ഈ 8 ഘട്ടത്തിൽ അതുപോലെ തന്നെ ഉണ്ടിക്കാവിലെ കൂടെ ഒക്കെ കറങ്ങി ഗണപതി തറയിലൂടെ എത്തി അവസാനം ഈ ഓച്ചിറക്കളി നടക്കുന്ന പ്രദേശത്തേക്ക് എത്തിയാണ് 8 ഘട്ടത്തിലേക്ക് ഇറങ്ങി അവർ പരസ്പരം പോരടിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒരു പോരാട്ട വീര്യം എന്താണ് എന്ന് കാണിക്കുക, അപ്പോൾ തന്നെ ആ നാടിൻ്റെ ഒരുമ എന്താണ് എന്ന് കാണിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള ഒരു ആഘോഷം തന്നെയാണ്. അത് ചരിത്രപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു ആചാരം കൂടിയാണ് ഓച്ചിറയിൽ നടക്കുന്നത്. ഇത്തവണയും വലിയ സൗഹൃദത്തോടു കൂടി, തീർച്ചയായും. എന്തായാലും ഓരോ കാലം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഓച്ചിറക്കളി ആ നാട് കൈവിടുന്നില്ല എന്നുള്ളതാണ്. ഒരു തനിമയെ നഷ്ടപ്പെടാതെ തന്നെ അതിനെ ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും